വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പൂക്കളിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നേ, ഇന്നും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ പ്രതീക്ഷിക്കാതെയായിരുന്നു കേട്ടോ ഇന്നത്തെ മഴ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പൂക്കളിടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. മഴ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം മുറ്റം തൂത്തിട്ട് വേണം നമുക്ക് തളിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ തോന്നുന്നു ഇന്നലെ വൈകിട്ടേ അങ്ങ് തൂത്തിട്ടാൽ മതിയായിരുന്നു, അപ്പം നമുക്ക് കുറച്ച് ജോലി കുറഞ്ഞു കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അതേ മുറ്റം ഫുള്ള് ഓണത്തുമ്പികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും തുമ്പികളല്ലായിരുന്നു, ഇനിയും തുമ്പികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തൂത്ത് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടത്. അപ്പോൾ ദേ രണ്ടെണ്ണത്തിനെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് ദേ ഇന്നലത്തെ പൂക്കൾ വാരി കളയാണ് കേട്ടോ. ഇന്നലെ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇന്നലത്തെ പൂക്കൾ ഇട്ടത് ആദ്യം ദേവും അച്ചും ലച്ചും കൂടെ ആണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ അടിപൊളി പൂക്കളൊക്കെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇവിടുന്ന് തളിച്ചെടുക്കണം. അപ്പം കുറച്ച് വെള്ളം കൂടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വേഗം ഒന്ന് തളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വലിയ കളമൊന്നും ആക്കുന്നില്ല ഇന്ന്, ഇതിൻ്റെ മേളിലൂടെ തന്നെ ഒന്ന് തളിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇന്ന് നമുക്ക് 8 വരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത്തം കഴിഞ്ഞിട്ട് പക്ഷേ ഇന്ന് 9ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് 9 വരിയാണ് സാധാരണയൊക്കെ ഇടുക. പക്ഷേ ഇത്തവണ ചിത്തിര 2 നാൾ വന്നതുകൊണ്ടാണ് ഇന്ന് 8 വരിയായത്. ക്രിക്കറ്റഡ് തന്നെ നമ്മൾ അത്തക്കളം കുറച്ച് വലുതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തളിച്ചൊന്ന് വലുതാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇതിനകത്ത് നിൽക്കാവുന്ന അത്രയേ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ കളം. അപ്പോൾ ഇന്നും നമുക്ക് അത്രയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ കളം വലുതാക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മേലിൽ കൂടെ തന്നെ ഞാനൊന്ന് തളിച്ച് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നൊന്ന് തളിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പൂക്കളത്തിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. മാത്രമല്ല ഇപ്പം നല്ല കാറ്റും ഉള്ളതുകൊണ്ട് തന്നെ പൂക്കൾ അവിടെ ഇരുന്നോളും, അതിനകത്ത് ഒട്ടി ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ബാക്കി വന്ന ചാണകവെള്ളം ഞാൻ നമ്മുടെ അത്തത്തറയുടെ ചുറ്റും ഞാനൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. മഴ നമ്മളെ ചതിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ തന്നെ അത്തക്കളം ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേനെ. പക്ഷേ ഇത് ഇപ്പം തന്നെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ദേ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് പൂവൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം കരുതിയത് കുറച്ച് ഇലയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. പക്ഷെ പറിച്ചു വന്നപ്പം നമുക്ക് കളത്തിന് ആവശ്യമായിട്ടുള്ള പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒരു വരി തുളസി ഇലയാണ് കേട്ടോ ഇടുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ചുവന്ന തുളസിയുടെ ഇല പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ തന്നെ ഒരു മന്ദാരം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്ത് എന്നും പൂക്കൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇന്ന് എന്തായാലും പൂക്കൾ ഇല്ല അതിനകത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വരി മന്ദാരം ഇടാമെന്നാണ് ഞാൻ കരുതിയത്. ഇനി അപ്പുറത്തെ സൈഡിൽ ഒരു മന്ദാരം കൂടി നിൽപ്പുണ്ട്, അതിലും കൂടെ പൂ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടത് തന്നെ. പിന്നെ ഒരു വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഞാൻ പറിച്ചിട്ടുണ്ട്. അത് ഒരു വരി ഫുള്ളായിട്ട് ഇടാനുള്ളതില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ചെമ്പരത്തിയും കോളാമ്പിപ്പൂവും ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ചുവന്ന ചെമ്പരത്തിപ്പൂ 2 എണ്ണം മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വരി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ ഒരു വരി ഇടാനില്ല, ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഉള്ള പൂ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ഈ ചുവന്ന ചെമ്പരത്തിയുടെ അടുത്ത് തന്നെ ഓറഞ്ച് നിറത്തിലുള്ള ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് അധികം പൂക്കൾ ഉണ്ടായിരുന്നു. അതിനകത്ത് തട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് വരെ ഇടാനുള്ള പൂക്കൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിങ്ക് കളറിലെ ചെമ്പരത്തിയും കൂടി പറിക്കണം. അടുക്കല്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. ഇത് അടുക്കായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത് ഇത്രയും ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്രയും പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കമ്മൽപ്പൂവും കൂടി പറിച്ചെടുക്കാം. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു വരി മാത്രമായിട്ട് ഞാൻ കമ്മൽപ്പൂ വെക്കാനാണ് കേട്ടോ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞാൻ 4 മണിപ്പൂവും കൂടെ പറിച്ചെടുക്കുന്നുണ്ട്. 4 മണി മഴയൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു, അത്യാവശ്യം വാടിയതുപോലെ നിൽക്കുകയാണ്. പക്ഷേ ഇന്നത്തെ പൂ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതുകൂടി പറിക്കുന്നുണ്ട്. അതും അതിൻ്റെ ഇടയ്ക്ക് ഇടാനേ പറ്റത്തുള്ളൂ, ഒരെണ്ണം ഫുള്ളായിട്ട് ഇടാനും ഇല്ല. ഓറഞ്ച് കളറിലുള്ള കൊങ്ങിണിപ്പൂ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഒരുപാട് പൂക്കൾ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പൂക്കളൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൂ പറിച്ചപ്പോൾ നമ്മൾ തുളസിക്കതിരും കൂടെ പറിച്ചിട്ടുണ്ടായിരുന്നു. തൃക്കാക്കരയപ്പൻ്റെ മുകളിൽ വെക്കാനായിരുന്നു കേട്ടോ ഞാൻ തുളസിക്കതിര് പറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുക്കുകയാണേ. അതിൽ വെച്ചിട്ട് അതങ്ങോട്ട് താഴ്ന്ന് ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് പണിപ്പെട്ടിട്ടാണ് ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തണ്ടിന് നീളമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ തണ്ട് കുറച്ച് ഒടിച്ച് കളഞ്ഞതിന് ശേഷമാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇനി ആദ്യത്തെ വരിയായിട്ട് നമുക്ക് തെറ്റിപ്പൂ വെച്ച് കൊടുക്കാവേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെറ്റിപ്പൂവും തുളസിയിലയും കൂടി ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഇടണ്ട, രണ്ടും ഓരോരോ വരിയായിട്ട് അങ്ങ് ഇടാന്ന് വിചാരിച്ചോട്ടോ. ആദ്യത്തെ വരി തെറ്റിപ്പൂ മാത്രം വെച്ചിട്ടും പിന്നെ വേറൊരു വരി നമുക്ക് തുളസിയില മാത്രം വെച്ചിട്ടും ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യത്തെ വരി ഞാൻ തെറ്റിപ്പൂ വെച്ച് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ വരി നമ്മുടെ കമ്മൽപ്പൂവാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ വരിയായിട്ട് ഞാൻ മന്ദാരമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മന്ദാരം തികയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഡിസ്റ്റൻസിലാണ് വെച്ച് കൊടുത്തത്. പക്ഷേ അത് ഫുള്ളായിട്ട് തന്നെ ഇടാൻ തികഞ്ഞിട്ടുണ്ടായിരുന്നേ. മന്ദാരം കിട്ടിയതിൽ ഒട്ടുമിക്ക പൂവിൻ്റെ ഇതളുകൾ പോയിട്ടുണ്ടായിരുന്നു, കാരണം ഇന്ന് രാവിലെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മന്ദാരം ഫുള്ളായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ വരിയായിട്ട് തുളസിയിലയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്മൽപ്പൂവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. തുളസിയില മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങ് പച്ചയായി പോകത്തില്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കമ്മൽപ്പൂവും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ കമ്മൽപ്പൂ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വരിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മഴ പെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കമ്മൽപ്പൂവിൻ്റെ ഇതളുകളെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ.
കേട്ടോ. എങ്കിലും പിന്നെ പൊഴിയാത്ത പൂക്കൾ നോക്കിയിട്ടാണ് ഞാൻ പറിച്ചെടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് മിക്കവാറും പൂ തികഞ്ഞില്ലെങ്കിൽ 2 വരി ഞാൻ കമ്മൽപ്പൂ ഇട്ട് കൊടുക്കാമെന്നായിരുന്നു കേട്ടോ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കമ്മൽപ്പൂ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് 5ാമത്തെ വരിയായിട്ട് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചുവന്ന കളർ ചെമ്പരത്തിയാണ് കേട്ടോ. ചുവന്ന കളർ ചെമ്പരത്തി ഒരു 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് 2 ചെമ്പരത്തി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമുക്ക് അത് വെച്ച് കൊടുക്കാം. ചുവന്ന ചെമ്പരത്തി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കളത്തിൻ്റെ ലുക്കേ മാറും. അപ്പോൾ എന്തായാലും അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു വയലറ്റ് കളറിലെ പൂവും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. അതും ഒരെണ്ണം ഫുള്ളായിട്ട് ഇടാനില്ലായിരുന്നു, അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തത്. 6ാമത്തെ വരിയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ പിങ്ക് കളറിലെ ചെമ്പരത്തിപ്പൂവായിരുന്നേ. അതിലെല്ലാ ദിവസവും ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇന്ന് അതും കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു 6ാമത്തെ വരി ഇടാനുള്ള പൂക്കൾ തികഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 7ാമത്തെ വരിയായിട്ട് ഞാൻ കോളാമ്പിപ്പൂവാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് മൊത്തമായിട്ട് വെച്ച് കൊടുത്തില്ല, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ 4 മണി പൂവും കൂടെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വരിയായിട്ട് ലൈറ്റ് ഓറഞ്ച് കളറ് ചെമ്പരത്തിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാറ്റ് കാരണം വെച്ചിരുന്ന പൂക്കളെല്ലാം മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര തവണയാണ് ഞാൻ പെറുക്കി വെച്ച് കൊടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ദേ നമ്മുടെ പൂരാടം നാളിലെ അത്തപ്പൂക്കൾ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂക്കളെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.